ഞങ്ങളിപ്പോൾ പസഫിക് സമുദ്രത്തിന്റെ നടുവിലുള്ള ഈ ഐലൻഡിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഈ ഐലൻഡിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി ഒരു സെയിൽ ബോട്ട് ഉണ്ടാക്കി കിലോമീറ്ററുകളോളം ആ അടുത്ത ഐലാൻഡിലേക്ക് പോവുക എന്നതാണ്. എന്തിന്? നമ്മൾ കഷ്ടപ്പെടുന്നത് കാണാൻ അവർക്ക് ഇഷ്ടമാണ്. ഇത് ക്യാമ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണെന്ന് തോന്നുന്നു. 3D ആനിമേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ഇതാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഇത് ഒരിക്കലും നടക്കില്ല. ഇത് ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ ഇവിടെ കുടുങ്ങി പോകും. നിനക്ക് ശരിക്കും വട്ടായെന്ന് തോന്നുന്നു. ചെയ്യാൻ പോകുന്ന ഞങ്ങളുടെ ആഗ്രഹത്തെ ഇത്രത്തോളം പരീക്ഷിക്കുമെന്നോ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. നമുക്ക് തുഴഞ്ഞേ പറ്റൂ. നേരം പെട്ടെന്ന് ഇരുട്ടി തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾ വളരെ ശ്രദ്ധയോടെ തീ കൂട്ടി. ഓ താഴെ എന്നിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കി. നോളൻ, നീ ഇതിനു മുമ്പ് ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. ചാലർ, നീയോ? ഇല്ല, ഞാനും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഹേസിനെ കൂടെ കൂട്ടിയത്. പണ്ട് ഏതോ ഒരു വീഡിയോയിൽ ഇവൻ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ നാളെ സെയിൽ ബോട്ടിന്റെ പണി തുടങ്ങി. സാധനങ്ങൾ തപ്പി നടന്ന് ബോയ്സ് ഒക്കെ ആകെ ടയേർഡാണ്. ഒരു കിടിലൻ ബോട്ട് ഉണ്ടാക്കാൻ വേണ്ട അത്രയും മുളയും മരവും ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. നമുക്കുണ്ടാക്കാം. നമുക്ക് ഇന്ന് വൈകുന്നേരത്തോടെ നമ്മൾ ആ ഐലാൻഡിലെത്തും. പ്രകൃതിയുടെ ശക്തിക്ക് മുൻപിൽ ഞങ്ങൾക്ക് ആകെയുള്ളത് ഞങ്ങൾ ഈ പണിത ബോട്ടും പിന്നെ ഞങ്ങളുമാണ്. ഇപ്പൊ അറിയാം. എന്റെ ദൈവമേ, നമ്മളിപ്പോ ഒരുപാട് ദൂരെ എത്തി ബോയ്സ്. ഇപ്പൊ അല്ലെങ്കിൽ ഒരിക്കലും ഇല്ല. നല്ല ഒഴുക്കുണ്ട്. ഇതിനെ വലിച്ചോണ്ട് പോവാ. തുഴകളെ റെഡിയാക്ക്. ജീവിതത്തിൽ ഇതുവരെ തുഴയാത്തതുപോലെ തുഴഞ്ഞോ? തുഴയ നമുക്കിത് കിടക്കണം. റൈറ്റ് സൈഡ് കുറച്ചുകൂടി തുഴയ്. ഞാൻ നോക്കുന്നുണ്ട്. നോളൻ എങ്ങനെയുണ്ട്? അകലെയാണ്. അയ്യോ, നല്ല തിരയുണ്ടല്ലോ. ഇതാണ് ചാനൽ. നമ്മളിപ്പോ ഉള്ളത് തുറന്ന കടലിലാണ്. ഇത് നമ്മളെ പുറത്തു കൊണ്ടുപോകാൻ നോക്കുക. ഡാരിസ്, നിർത്ത്. ഇനി അങ്ങോട്ട് തുഴയണ്ട. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊരു 5 സെക്കൻഡ് തുഴച്ചിൽ നിർത്തിയാൽ അതറിയാം, പക്ഷെ നമ്മൾ കാറ്റിന് നേരെ തിരിഞ്ഞു പോകും. അത് പറ്റില്ല. നമ്മൾ ഇപ്പൊ തന്നെ ആ അവസ്ഥയ്ക്ക് തിരികെ. ലെറ്റ്സ് ഗോ. നമ്മൾ ഒട്ടും നീങ്ങാത്ത പോലെ തോന്നുന്നു. വിറയ്ക്കുന്നു, ശരിക്കും വിറയ്ക്കുന്നു. ഞങ്ങൾ 7 മണിക്കൂറായി ഇവിടെ തന്നെയാണ്. ഇതിപ്പോ ഞങ്ങൾ വിചാരിച്ച പോലെ നീങ്ങുന്നില്ല. പ്രതീക്ഷകൾ വീണ്ടും തിരികെ വന്നുകൊണ്ടിരുന്ന ആ സമയത്ത് എന്തോ അത്ഭുതം പോലെ പ്രകൃതി ഞങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോയി. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മള് ഒന്നും ചെയ്യാതെ തന്നെ നമ്മൾ ഐലൻഡിലേക്ക് തിരികെ. വേലിയേറ്റം വരുന്നുണ്ട്. അത് നമ്മളെ കരയിലേക്ക് വലിച്ചോണ്ട് പോവാ. ഈ ഘട്ടമായപ്പോഴേക്കും ഞങ്ങൾ പോലും അറിയാതെ ആ ചാനലിൽ നിന്ന് പുറത്തു കടന്നിരുന്നു.